അതെ, ഓരോ സന്ദർഭത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി എന്ന രീതിയിൽ ധനകാര്യ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ചില സന്ദർഭങ്ങളിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ പറയുന്ന ഓരോ പ്രശ്നത്തിൻ്റെയും ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഞങ്ങൾക്ക് തരേണ്ടുന്ന ന്യായമായ അവകാശം അത് ലഭിക്കണമെന്നും കടം വാങ്ങുന്നതിന് വേണ്ടിയുള്ള നിബന്ധനകൾ ഫലപ്രദമായ രീതിയിൽ മറ്റെല്ലാവർക്കും ബാധകമാകുന്നതുപോലെ കേരളത്തിനും ബാധകമാക്കണമെന്നും ഞങ്ങൾ പറഞ്ഞു. ഇങ്ങനെയുള്ള ഒരു കാര്യവും കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിക്കുന്നില്ല. സംസ്ഥാന ഗവൺമെൻറ്റുകളോട് പൊതുവേ ഒരു നിലപാടല്ല എടുക്കുന്നത്. അവർക്ക് താല്പര്യമുള്ള സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് വാരിക്കോരി കൊടുക്കുക. കേരളത്തിലാകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ് എന്നുള്ളതുകൊണ്ട് കേരളത്തിനുള്ള അതിൻ്റെ വളർച്ചയുടെയും വികാസത്തിൻ്റെയും ഭാഗമായിട്ട് ഉൾപ്പെടെ നമ്മുടെ അധികാരാവകാശങ്ങൾ ഇല്ലായ്മ ചെയ്യാം. പക്ഷപാതപരമായ നിലപാട് സ്വീകരിക്കുന്നു. അതിൽ ദില്ലിയിൽ ഒരു സമരം നടത്തുന്നു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ, പിന്നീട് നിയമ പോരാട്ടം നടക്കും. എന്നിട്ടും അതിന് പരിഹാരം കാണുന്നില്ല. ഇനിയും സമരരംഗത്ത് തന്നെ തുടരാനാണോ? വേറെ വഴിയില്ലല്ലോ നമ്മുടെ മുമ്പിൽ. ഒരു ജനാധിപത്യ സമൂഹം എന്ന രീതിയിൽ ഫലപ്രദമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് എടുക്കേണ്ടുന്ന നിലപാടിൽ വരുന്ന വീഴ്ച ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുക, കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പിൽ സമ്മർദ്ദം ചെലുത്തുക. ആ രീതിയിൽ ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തെയും പരിഗണിക്കണം, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എന്ന രീതിയിൽ പരിഗണിക്കണം. അവർക്ക് താല്പര്യമുള്ള അവരുടെ ഭരണമുള്ള സംസ്ഥാനങ്ങളിൽ മാത്രം കോടാനുകോടി രൂപ വാരിക്കോരി കൊടുക്കുന്ന നിലയാണുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആകെ ഒരേ ഒരു ഗവൺമെൻറ് മാത്രമാണ് ഇന്ത്യയിൽ ഇടതുപക്ഷ ഗവൺമെൻറ്, ബദൽ ഗവൺമെൻറ് എന്ന രീതിയിലുള്ളത്. ആ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ സാമ്പത്തികമായി പ്രതിരോധം തീർക്കാമെന്നാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിലപാടിനെതിരായിട്ടാണ് യഥാർത്ഥത്തിൽ അതിശക്തിയായ സമരത്തിലേക്ക് പോകുന്നതിൻ്റെ മുന്നോടിയായി മുഖ്യമന്ത്രിയും മന്ത്രിസഭാ അംഗങ്ങളാകുകയും MLA-മാരും MP-മാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരെല്ലാം കൂടി ചേർന്ന് ഇന്ന് 12-ാം തീയതി ഈ രക്സാക്ഷി മണ്ഡപത്തിന് മുമ്പിൽ ഇതുപോലെ ഒരു സമരം മുന്നോട്ട് പോകുമ്പോൾ പ്രതിപക്ഷത്തെ കൂടെ സമരരംഗത്തേക്ക് ക്ഷണിക്കും. കാരണം കേരളത്തിൻ്റെ ഒരു ആവശ്യം എന്ന നിലയിൽ അല്ല, പ്രതിപക്ഷത്തിൻ്റെ നിലപാട് എല്ലാ സന്ദർഭത്തിലും ഇതിനെതിരാണ്. കേരളം കൂടുതൽ വിഷമിച്ചു പോകട്ടെ എന്നൊരു മാനസികാവസ്ഥയാണ് പ്രതിപക്ഷം കൈകാര്യം ചെയ്യുന്നത്. UDF അത് പച്ചയായിട്ട് പറയുകയാണ്, ഒരു വികസന പ്രവർത്തനത്തിന് അനുകൂലമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കില്ല എന്നവർ മുമ്പ് തന്നെ രാഷ്ട്രീയമായി തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാ വികസന പ്രവർത്തനങ്ങളെയും എതിർക്കുക എന്നുള്ളതാണ് ലോകത്ത് ഒരു പ്രതിപക്ഷം എടുക്കുന്ന നിലപാട് ഇവിടെ കേരളത്തിലെ പ്രതിപക്ഷം എടുത്തിട്ടുള്ളത്. ഈ പ്രതിപക്ഷ നിലപാട് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് അനുകൂലമായ നിലപാടാണ്. കേരളത്തെ അവഗണിക്കുമ്പോഴും കേരളത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപരോധത്തിൻ്റെ ഭാഗമാക്കി മാറ്റുമ്പോഴും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെല്ലാ സന്ദർഭത്തിലും നമുക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നതിന് പിന്തുണ നൽകുന്ന സ്ഥിതിയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനോടുള്ള വിരോധത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവരെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്. ഇതാണ് പ്രതിപക്ഷം എടുക്കുന്ന സമീപനം.